ജബാ ടോക്കീസിലേക്ക് സ്വാഗതം. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആരാധകർക്കൊരു ഭയങ്കര ആവേശമായിരിക്കും. ആ ആവേശം ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചിട്ടുള്ളത്. ഡെഡ്പൂൾ സിനിമ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ എലമെന്റൽ ഫണ്ണ് തന്നെയാണ്. പ്രത്യേകിച്ച് റയൻ റെയ്നോൾഡ്സ് ഒക്കെ ഈ സിനിമയുടെ എഴുത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിട്ട് ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഇതിൻ്റെ അണിയപ്രവർത്തകർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അതൊരു സ്പോയിലർ അലർട്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരാം എന്നതാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഇമോഷണലി നല്ല രീതിയിൽ തന്നെ കണക്ട് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങളുടെ ഒരു മുൻകാല കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർക്കുകയാണെങ്കിൽ പോലും ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നതാണ്. ഈ മാർവലിൻ്റെ അവഞ്ചേഴ്സിൻ എൻഡ് ഗെയിം ഇറങ്ങിയതിന് ശേഷമുള്ള സിനിമകൾ ഒരുപക്ഷെ ആരാധകരെ നിരാശപ്പെടുത്തുകയോ അതേപോലെ തന്നെ മടുപ്പ് തോന്നിപ്പിക്കുകയോ ചെയ്യാം. എന്നാൽ ഈ ഡെഡ്പൂൾ എന്ന് പറയുന്ന സിനിമ അതിനെല്ലാം അറുതി വരുത്തുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു മാർവൽ ആരാധകനല്ലെങ്കിൽ പോലും ഒരു സിനിമാറ്റിക് ലെവലിൽ ചിന്തിച്ചാൽ ഈ സിനിമയിൽ ആരാധകർക്ക് വേണ്ട അതല്ലെങ്കിൽ കാണുന്നവർക്ക് വേണ്ട ആക്ഷനും കോമഡിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് എത്തിയ രണ്ട് കഥാപാത്രങ്ങളായിട്ടുള്ള റയാൻ റെയ്നോൾഡ്സും അതേപോലെ തന്നെ ഹ്യൂ ജാക്ക്മാനും, അതായത് ഡെഡ്പൂളിൻ്റെ ക്യാരക്ടർ ചെയ്ത റയാൻ റെയ്നോൾഡ്സും അതേപോലെ തന്നെ വോൾവറിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഹ്യൂ ജാക്ക്മാനും രണ്ടു പേരുടെയും പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇവരെ ഇപ്പോഴും ഓർക്കുന്നത് ഡെഡ്പൂളായിട്ടും അതേപോലെ തന്നെ വോൾവറിനെ ആയിട്ട് തന്നെയാണ്. അതിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നതാണ് ഇവർ ഈ സിനിമയിലൂടെ നടത്തുന്ന പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഡെഡ്പൂൾ എന്ന വേഷം ചെയ്ത റയൻ റെയ്നോൾഡ്സ് അതിൻ്റെ ഏറ്റവും മികച്ച ഉന്നതിയിൽ തന്നെ ഈ കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചധികം സങ്കീർണതകൾ നിറഞ്ഞതാണെങ്കിൽ പോലും വോൾവറിൻ്റെ ക്യാരക്ടറും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ സൂപ്പർ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള എമ്മ ഗോർബിനെയും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അത്രയ്ക്ക് മികച്ചതായിരുന്നു ആ ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് വില്ലൻ്റെ വേഷം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ആക്ഷൻ രംഗങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് വേറൊരു സംഭവം തന്നെയാണ്. ഈ സിനിമ ഡയറക്ടർ ചെയ്ത ഷോൺ ലെവിക്ക് അറിയാം ആരാധകർക്ക് ആക്ഷൻ രംഗങ്ങൾ എന്താണ് വേണ്ടതെന്ന്. അത് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു പുതിയൊരു ഫാനോ അതല്ലെങ്കിൽ പഴയ ഫാനോ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫാനോ ആണെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങളെ തൃപ്തിപ്പെടുത്തും. പ്രത്യേകിച്ച് എക്സ്മാൻ കഥാപാത്രങ്ങളുടെയൊക്കെ കാര്യം വരുമ്പോൾ ഡിസ്നി ഈ ഫോക്സ് 20th ഏറ്റെടുത്തതിന് ശേഷം വന്ന സിനിമ ആയതുകൊണ്ട് ഡിസ്നി അവർക്ക് കൊടുക്കുന്ന, അതായത് ഈ എക്സ്മാൻ സിനിമയ്ക്കും അതേപോലെ തന്നെ ആ ഒരു കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും മികച്ച ഒരു ആദരവായിട്ട് തന്നെയാണ് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. 2009 എക്സ്മാൻ ഒറിജിനലിന് ശേഷമാണ് 15 കൊല്ലങ്ങൾക്ക് ശേഷം വോൾവറിനും ഡെഡ്പൂളും നമ്മളെ മുമ്പിലേക്ക് എത്തുന്നത് ഒരുമിച്ചിട്ടിട്ട്. അതുകൊണ്ട് തന്നെ ആരാധകർക്കൊരു ഉത്സവമാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. എനിക്ക് ഈ സിനിമയിലെ ഈ ടൈറ്റിൽ കാർഡൊക്കെ കൊടുത്തത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ജബ്ബാർ ടോക്കീസിൽ വീണ്ടും കാണാം.